Portion of the scripture this morning which God has given him, and let's meditate on his words. സഭകളെ ശ്ലാഘിക്കുകയും അവരെ തലോടുകയും അവരുടെ നല്ല ഗുണങ്ങളെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. And we know that in the beginning of those Revelations chapters, at the first, John is kind of like loving them, and he's showing a comfort to all the churches. അതിനുശേഷം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നു. And at the same time, later he also shows them the first love of the church which they have lost. കഴിഞ്ഞ രണ്ട് രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പകലും കഴിഞ്ഞ ദിവസം രാത്രിയിലും നാം നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ആശ്വാസം പകരുന്ന ദൈവത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ വചനത്തിലൂടെ മനസ്സിലാക്കി. And day before yesterday and yesterday night, we know that through the scriptures we meditated on the verses which actually brought us comfort and peace from God. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നമ്മുടെ ആത്മീക മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അനിവാര്യമായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. But at the same time this morning we are going to focus on scriptures that actually we need for our spiritual growth. നമുക്കറിയാം പുതിയ നിയമ പുസ്തകങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, and we know that when we study about the New Testament scriptures, 5 ചരിത്ര പുസ്തകങ്ങളുണ്ട്. There are 5 historical books. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും. And we know that it's the gospel of Matthew, Luke, Mark, John and the Acts of Apostles. അപ്പോസ്തലനായ പൗലോസിന്റെ 14 ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. And there is also epistles of Apostle Paul, and that's 14 epistles. കൂടാതെ 7 സാർവത്രിക ലേഖനങ്ങൾ, അത് കാത്തലിക് എപ്പിസ്റ്റൽസും കാണാൻ കഴിയും. At the same time we also see there are 7 epistles which are Catholic in nature. ഒരു പ്രവചനപരമായ പുസ്തകം, അത് വെളിപ്പാട് പുസ്തകം. And there is one prophetic book, that is the book of Revelation. നമുക്കറിയാം പൗലോസിന്റെ ലേഖനങ്ങളെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ കഴിയും. And further we can divide Apostle Paul's epistles. പൗലോസിന്റെ ഗലാത്യ ലേഖനങ്ങൾ, കൊരിന്ത്യ ലേഖനം, റോമാ ലേഖനം ഇവയെ സുവിശേഷ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. And the book of Galatians, Romans and Corinthians is also considered equivalent to the Gospels. അതുകൊണ്ട് യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ, എബ്രായ ക്രിസ്ത്യാനികൾ പലരും എന്ത് ശഠിച്ചെന്നറിയാമോ? യഹൂദ പ്രമാണങ്ങളും എന്ത് ചെയ്യണം, ക്രിസ്തീയ ആചാരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വാദിച്ചു. And what happened was that because of this belief, the Hebrew Christians wanted to include all the Hebrew Old Testament cultures into the new Christianity. അപ്പോൾ അതിനെ ഖണ്ഡിക്കുകയും, അത് ഒരു കാര്യം മാത്രമാണ്, അതുപോലെ തന്നെ വിവിധങ്ങളായ നിലയിലുള്ള അനാചാരങ്ങള്, മറ്റു പല ഉപദേശങ്ങളും ഒക്കെ ഇതിലേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാനൊരു കാര്യം പറയാം. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്, അതായത് നമ്മുടെ ഉൽപ്പത്തിയിൽ പറയുന്ന പ്രകാരമുള്ള ഒരു സൃഷ്ടിപ്പല്ല എന്നൊരു വാദഗതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. At the same time, there was a big debate that God created the whole world in 6 days actually, and there was a big debate during that time about this concept. അതുപോലെ തന്നെ യേശു ക്രിസ്തു മനുഷ്യനായി വന്നത് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. അതായത് ദൈവത്തിന്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ ദൈവമായിരുന്നവനെ പാപസംബന്ധമായിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ലെന്നുള്ള വാദമുണ്ടായിരുന്നു. At the same time, there was another debate or discussion which was that how can God take a human form and come on this earth to redeem us from our sin? ഇങ്ങനെ അനവധി ഉപദേശപരമായിട്ടുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെയെല്ലാം ഖണ്ഡിച്ച് അതിനെയെല്ലാം മാറ്റി. എനിക്ക് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിലൊരു ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ ആ ചിക്കൻ കൊണ്ടുവന്നിട്ട് അതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വേണ്ടാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേണ്ടിയ പോർഷൻ മാത്രം എടുക്കും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ ലേഖനങ്ങളിലൂടെ അപ്പോസ്തലന്മാർ ചെയ്തത്. And what apostles did with these epistles is that because of all these debates, because of all these various teachings that was coming inside the church, he took like pastors, he said an example of chicken. What we do when we clean, we take off all the pieces that we don't need or the portions that we don't need and only take that is eatable. So that's what the apostles did with these epistles. നാം വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. And let us come back to the scripture. It says, but grow in the grace and knowledge of our Lord and Savior Jesus Christ. അറിയുവാനുള്ളത്. And the first one is get to know. അതിലെന്താണ്? ജ്ഞാനത്തിന്റെ വചനം, knowledge. പരിജ്ഞാനത്തിന്റെ വചനം, അതായത് നോളജ്, പരിജ്ഞാനത്തിന്റെ വചനം. 3, ആത്മാക്കളുടെ വിവേചനം, to understand or to discerning the spirit. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് to act or പ്രവർത്തിക്കാൻ, വിശ്വാസം, that's faith. അപ്പോൾ സംശയം, വിശ്വാസം വചനം പറയുന്നത് എന്താ? വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരേണ്ടതാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന വരം എന്തിൽപ്പെട്ടതാണ്? പ്രവൃത്തിയിൽപ്പെട്ടതാണ്. അപ്പോൾ 1 അറിയുവാനുള്ളത്, 2 പ്രവർത്തിക്കുവാനുള്ളത്, 3 സംസാരിക്കുവാനുള്ളത്. So the first one is hearing or the understanding, second one is acting out, and the third one is speaking out. അപ്പോൾ ഈ 3 വിഭാഗമായി തിരിച്ചാൽ 3ലും 3 ഗിഫ്റ്റ് വെച്ചുണ്ട്. And in these 3 divisions there are 3 gifts. This wisdom and knowledge, we think that it's all same. ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. We'll explain through one example. നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട് സലാഡ്. And we all love fruit salad. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സിനെ കുറിച്ച് അറിവുണ്ട്. We know about all the fruits. ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് അതിന്റേതായ പരുവത്തിൽ എന്ത് ചെയ്യുന്നു? ഈ സലാഡ് ഉണ്ടാക്കുന്നു. And when we make the salad, we cut all these different fruits and we put it in. നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ തക്കാളിയുണ്ട്. And we have tomato in our home. നമുക്കറിയാം തക്കാളിയും എന്താണ്? ഒരു ഫ്രൂട്ടാണ്. And it is a fruit, kind of fruit. തക്കാളി ഫ്രൂട്ട് ആണെന്നുള്ളത് എന്താ നമ്മുടെ അറിവാണ്. And that's knowledge that we have that tomato is a fruit. എന്നാൽ തക്കാളി നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഫ്രൂട്ട് സലാഡ് ഇടുമോ? ഇല്ല. And we know that we don't put tomato in the fruit salad. എന്തുകൊണ്ട്? What is the reason? നമുക്കറിയാം ഈ തക്കാളി ഫ്രൂട്ട് സലാഡ് ഇടാൻ കൊള്ളാവുന്നതല്ല. And we know that it is not good to put tomato in the fruit ഈ salad. തിരിച്ചറിവാണ് പരിജ്ഞാനം. And that is the wisdom. ഇവിടെ പത്രോസ് പറയുന്നു, നിങ്ങൾ വളരണം. ഏതിൽ? പരിജ്ഞാനത്തിൽ, അതുപോലെ തന്നെ ദൈവകൃപയിലും വളരണം. And that's why Apostle Peter is saying 2 things there: grace and knowledge. That's what we need for growth. നമുക്കറിയാം പരിജ്ഞാനം എന്ന് പറയുന്ന കാര്യം ആത്മാവിന്റെ വരങ്ങളിൽ ഒന്നാണ്. And we know that this knowledge is one of the gifts of the Holy Spirit. എന്നാൽ കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. And this grace, that's from God directly. എന്താണ് കൃപ? So what is grace? നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത തെറ്റുകൾക്ക് തക്കതായ ശിക്ഷ എന്തായിരുന്നു? പാപത്തിന്റെ ശമ്പളം നിത്യ മരണം. And we know that in our life, what is the penalty for sin? It is just eternal death. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അർഹതയില്ലാത്ത ഒന്നായിരുന്നു നിത്യജീവൻ. And we know that what we don't deserve is an eternal life. അത് നമുക്ക് തരുവാൻ ദൈവം പ്ലാൻ ചെയ്തു. And he gave that to us. പാപിയായ മനുഷ്യനെ, person who was in sin, അവൻ തക്ക ശിക്ഷ കൊടുക്കാതിരുന്നത് ദൈവത്തിന്റെ കരുണ. And that sinful man, if God is not punishing, that is his grace. എന്നാൽ അവൻ അർഹതയില്ലാത്ത നിത്യജീവൻ കൊടുത്തത് ദൈവത്തിന്റെ കൃപ. And what he is not deserving, that is the eternal life. അപ്പോൾ അർഹതയില്ലാത്തത് ലഭിക്കുന്നത് ദൈവകൃപയാണ്. And what we don't deserve, when we deserve that, that is the grace of God. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് നമ്മുടെ അർഹതയ്ക്ക് അനുസരണമാണോ എന്നൊന്ന് നാം ചിന്തിക്കണം. Now one thing that we all want to think and meditate is that what we all deserve today, the grace, are we deserving it truly? ദൈവകൃപ കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം പ്രാപ്യമായത്. And by God's grace we have received all this. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ലഭിച്ചതിലെല്ലാം സംതൃപ്തരാണോ? Are you happy what all you have received this morning? വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, നമ്മൾ സമൂഹമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ആത്മീക അനുഭവങ്ങളിൽ, ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിച്ചതിൽ നാം സംതൃപ്തരാണോ? Are you happy in what all you have from your surrounding, in your community, in your family, in your friends? Are you happy with it? നാം ശരിക്കും വ്യക്തിപരമായ ഓരോരുത്തരോട് ബന്ധപ്പെടുമ്പോൾ, whenever we interact with other people personally, അവർ പറയും അവർ സംതൃപ്തരല്ല ഏതിൽ. and they always say that they are not happy in certain things. ഞങ്ങളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിമിത്തം ഞങ്ങൾ എന്തല്ല, വേണ്ടുന്ന ബലമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തല്ല, സംതൃപ്തരല്ല. And we are not happy because we are not healthy, we are not
fully rejoicing because we have troubles in our life. എന്റെ സാമ്പത്തികമായ വരുമാനത്തിൽ ഞാൻ എന്തല്ല തൃപ്തനല്ല. കാരണം എനിക്ക് ലഭിക്കുന്നതിലും അധികമുള്ളതായ ചെലവുകളുണ്ട്. And I'm not getting enough financial stability because whatever expenses, that's too much than what I am receiving. എന്റെ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികളിലും പഠനത്തിലും അവരുടെ ജീവിത രീതിയിലും ഞാൻ ആരല്ല, സംതൃപ്തനല്ല. അവർ ഇനിയും വളരണം. And I'm not satisfied with the life that my kids are spending, their studies or whatever they are going through in their life. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവകൃപയാൽ ലഭ്യമായി തീർന്ന പലതിലും നമുക്ക് സംതൃപ്തിയോട് നാം ഇരിക്കുന്നത് പോലെയാണ് പലപ്പോഴും ആയിരിക്കുന്നത്. And at the same time, when we receive from the grace of God all the things that we have in our life, we sometimes just are satisfied in a pretense. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ, നമ്മുടെ ചിന്ത കണ്ടാൽ ഇത് മതി എന്നുള്ളതാണ്. And when we are sitting here, when we are sad, we are in the church, we feel like we are satisfied with what is enough. No. Okay, പക്ഷേ പത്രോസ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലഭിച്ച കൃപയിൽ വളരണം. And what Apostle Peter is saying, you have to grow in what you have received. ഞാൻ പാടില്ല. Unnatural growth is unnatural. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ആവശ്യം. Growth should be natural. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പലതിലും അസ്വാഭാവികമായ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്. And so many people today who are sitting in the church, നമുക്ക് പ്രാർത്ഥിക്കാത്ത കർത്താവേ, ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലായിരിക്കുന്നു, ഞാൻ നിന്റെ പൈതലല്ലേ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? And we always desire, God, we are your children, so we need a growth fast. പെട്ടെന്ന് പോകുന്നത്, പെട്ടെന്ന് വളരുന്നത് എന്നല്ല, സ്വാഭാവികമല്ല. And so whatever grows fast, that is not natural. It's ഘട്ടഘട്ടമായി സാഹചര്യങ്ങളെ നേരിട്ട് എന്തിനും വളരണം. And so step by step our growth should be. നിങ്ങൾക്ക് നാട്ടിൽ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ, വലിയ തടികൾ മരങ്ങൾ വെട്ടിയിടുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you noticed the cross sections of the large wood that is cut in the? You can see a design there. There is a design there. Circle, but it is not a proper circle. Different, curved shape വന്നിട്ട് ഒരു സർക്കിൾ ഉണ്ടാകാറുണ്ട്. And we notice it's not a perfect circle at the edges, but it's a different curved nature. കാർപ്പന്റർ അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ നടുക്കത് വൃത്തിയായിട്ട് കാണത്തക്കത് പോളിഷ് ചെയ്തു. And when we look at our dining tables, there is a beautiful design by the carpenter. എങ്ങനെയാണ് ആ ഡിസൈൻ വന്നത്? And how that design is on the table. എല്ലാ മരവും ചുമ്മാലങ്ങ് വളർന്ന ഡിസൈൻ ഉണ്ടാക്കുകയാണ്. And it's not natural that. ഒരിക്കലുമല്ല. Not like that. നമുക്കറിയാം, നമ്മുടെ ഒരു വർഷത്തിന് പല കാലാവസ്ഥാ വ്യതിയാനങ്ങളുമുണ്ട്. And we know that in nature there are 4 different മഴക്കാലമുണ്ട്, rain season, ചൂടുകാലമുണ്ട്, summer. അപ്പോൾ ഈ മരത്തിന്റെ വളർച്ചയ്ക്ക് ഓരോ സമയത്തും എന്തുണ്ട്? വ്യത്യസ്തതയുണ്ട്. And at the growth of this tree there is difference in that. നിങ്ങൾ ഈ റിംഗിന്റെ എണ്ണം എടുത്താൽ ഒരു മരത്തിന്റെ ആയുസ് നമുക്ക് അളക്കാം. And if we take the measurement of these rings, we can measure the age of that. കാരണം ഓരോ വളർച്ച കാലഘട്ടത്തിലും ഉണ്ടാകുന്ന, അതായത് ഒരു വർഷം ഉണ്ടാകുന്ന കാലാവസ്ഥയുടെ ആ 2-3 വ്യതിയാനങ്ങളെ എന്ത് ചെയ്യും? ഈ റിംഗ് വെളിപ്പെടുത്തും. And we know that these rings are going to kind of like help us to understand the growth of this particular tree. അങ്ങനെ നമുക്ക് ആ മരത്തിന്റെ ആയുസ്സിനെ നിശ്ചയിക്കാം. And we can decide on the age of that tree. അത് കാണാൻ ഭംഗിയാണ്. And it looks beautiful. നോക്കണം, ജീവിതത്തിലെ സകല പ്രതിബന്ധങ്ങളെയും നേരിട്ട് സ്വാഭാവികമായി ഘട്ടഘട്ടമായി വളരുന്ന നീ മറ്റുള്ളവരുടെ കണ്ണിനും കാതിനും അവരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട വളർച്ച നൽകുകയാണ്. And if we have this step by step growth, slowly going through all the situations, then it is a blessing in other people's life also. അസ്വാഭാവികമായ വളർച്ച ഉണ്ടായാൽ നാം ഡോക്ടറെ കാണും. നമ്മുടെ ശരീരത്തിൽ തടിവെക്കണമെന്ന് വെച്ചാലും അസ്വാഭാവികമായ വളർച്ചയാണെങ്കിൽ അതിനെ ഡോക്ടറെ കണ്ടെത്തി ചെയ്യും, റിമൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. And when we see the doctor, we try all these different ways. For example, if we have fats in our body, we want to reduce the fat, we go to the doctor and ask them to remove this fat from our body. അപ്പോൾ വളർച്ച പത്രോസ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞ ഏതിലാണ്? കൃപയിലും പരിജ്ഞാനത്തിലും. And so Apostle Peter is saying, grow in the grace of God and the knowledge. ഇന്ന് ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് നാളെ നിങ്ങൾ വളർന്നും വലിയൊരു കൃപ അതുപോലെ തന്നെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് എത്തുകയെന്നുള്ളതല്ല. And whatever pastor is preaching today doesn't mean that tomorrow you are just going to naturally grow fast and get all this knowledge. ഇന്നെടുക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങൾ ഘട്ടഘട്ടമായി കാലങ്ങളിൽ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു നല്ല നിലയിലേക്ക് എത്തിക്കും. And if you take a decision today for that particular growth, by step, you will get up to that.